സർക്കാർ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ജുഡീഷ്യൽ കമ്മീഷനുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് അതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട ആ ജഡ്ജ്, അദ്ദേഹത്തിൻ്റെ പേര് രാമേന്ദ്രൻ നായരും മറ്റുമാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ മാതൃഭൂമിയിൽ ആ കേട്ട നിമിഷം തന്നെ നമുക്ക് സർക്കാരിൻ്റെ ദുരുദ്ദേശം നമുക്ക് മനസ്സിലായി. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെയാണോ ഏൽപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ടേംസ് ഓഫ് റെഫറൻസ് വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തോട് മുനമ്പം ജനതയെ കഷ്ടപ്പെടുത്താൻ തന്നെയാണോ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സംശയം തോന്നാവുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നത്. ഇതെല്ലാം എല്ലാവരും കണ്ടതാണ്. സത്യത്തിൽ മുനമ്പം ജനതയുടെ ആവശ്യം എന്താണ്? സർക്കാർ പറയുന്നു മുനമ്പം ജനതയോട് കൂടെയാണെങ്കിൽ അവരുടെ റിയൽ പ്രോബ്ലം അല്ലേ സോൾവ് ചെയ്യേണ്ടത്. അവരുടെ യഥാർത്ഥ പ്രശ്നം സോൾവ് ചെയ്യാതെ അവരുടെ ഡോക്യുമെൻ്റ് പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് എത്ര അപഹാസ്യമായ ഒരു നടപടിയാണ്. ആത്മാർത്ഥത തീരെയില്ലാത്ത സ്റ്റെപ്പുകളാണ് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്.